ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾക്ക് വയനാട്ടിൽ കൊണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന പോക്ക് ചുരത്തിലെത്തിയപ്പോൾ ഉപ്പിലിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിട്ട് തന്നാലൊരു പൂതി. അങ്ങനെ 2 പൈനാപ്പിളും വാങ്ങി ഞങ്ങൾ മെല്ലെ വീണ്ടും യാത്ര തുടങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ അങ്ങനെ വണ്ടിയിൽ പോകുന്നത്. എനിക്ക് വണ്ടിയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുള്ളറ്റിൽ പോകുന്നതാണ്. എൻ്റെ മൂത്ത മോന് 3 മാസം പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്താട്ടോ ഞങ്ങൾ ലാസ്റ്റായിട്ട് വണ്ടിയിൽ പോയത്. ഇപ്പോൾ എനിക്ക് 5 വയസ്സായേ. 4-5 കൊല്ലം ഞങ്ങൾ പിന്നെ വണ്ടിയിൽ പോയിട്ട്. ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ബസ്സിനാണ് പോവുക. അങ്ങനെ ഞങ്ങൾ ചുരം കയറി പകുതിയായിട്ടോ. ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ചുരം കയറി അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ പണിയിലാണ്. എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായേ. അന്നപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത് രാവിലെ. ഒരുപാട് നേരം ബസ്സിന് കാത്തു നിന്ന്. പിന്നെ പെരുമ്പ് തിരക്കായപ്പോൾ പിന്നെ പോയി വണ്ടി എടുത്ത് ഞങ്ങൾ മെല്ലെ യാത്ര തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി ചുരം കയറി പകുതിയായി. ഈ 9-ാം വളം എത്താൻ നേരത്തുണ്ടെങ്കിലും നല്ല രസമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ റോസ് ചെടിയാണ്. നല്ല രസമുള്ള കടലാസ് പൂവ്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ചുരം കയറി. പിന്നെ ഞങ്ങൾ പോയി കൽപ്പറ്റെത്തി. അവിടെ ഇറങ്ങി ബാങ്കിലൊക്കെ ഒന്ന് കയറി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ബാങ്കിൽ പോയി വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങാനായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര കഴിച്ച് ഉമ്മച്ചീൻ്റെ ഷോപ്പൊക്കെ പോയി. മീനങ്ങാടി ഉമ്മച്ചിക്ക് ചെറിയൊരു ഷോപ്പുണ്ട്. അങ്ങനെ ഉമ്മച്ചീൻ്റെ ഷോപ്പ് പോയി ഉമ്മച്ചീനെ കൂടി ഒന്ന് കാണാമെന്ന് വെച്ച് പോയി. ഉമ്മച്ചി മക്കളെ കണ്ടാൽ ഭയങ്കര സന്തോഷം. 2 ദിവസം മുമ്പായിട്ട് ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് പോയത്. ഒരാഴ്ച നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഉമ്മച്ചീൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ ഉമ്മച്ചീൻ്റെ ഫോണൊന്നും തരൂല. ഓൻ ഫോണിൽ ഗെയിം കളിക്കും. പിന്നെ അനിയത്തി വന്ന് അനിയത്തിന് ഓന് മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ട് ഞങ്ങൾ അവിടുന്ന് പോയിട്ട് അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഓൻ പെട്ടെന്ന് മറന്നു പോയിട്ടോളെ ഉമ്മച്ചീൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കാനും. അങ്ങനെ പിന്നെ ബാങ്കിൽ പോയി. ഒന്നും കൂടി ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. വിശന്നിട്ട് രാവിലെ ഞങ്ങൾ അവിടെ ചായ കുടിച്ചിറങ്ങിയേനു. അങ്ങനെ പിന്നെ ബാങ്കിലത്തെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചെന്നേനു. പിന്നെ മീനങ്ങാടി തൗഫീഖ് ഹോട്ടലിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം വരുന്നവരെ ഞങ്ങൾ ഓനായിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടിച്ചോറാട്ടോ ഓർഡർ ചെയ്ത്. എനിക്ക് എവിടെ പോയാലും ചട്ടിച്ചോറുണ്ട്. എനിക്ക് അതാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു മാംഗോ ഷേക്കും. പിന്നെ കാക്കയും അനിയത്തിയും മോനും കൂടി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ പുരയിൽ പോയി ഒന്ന് കടന്നുറങ്ങി. ഞങ്ങൾ കൽപ്പറ്റ കാക്കവയൽ ഹൈവേ റോഡിൻ്റെ അടുത്ത് ഒരു തീരം എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നല്ല രസം. അവിടെ പോയി ഒന്ന് എല്ലാവരും ഒന്ന് മസ്റ്റായി പോകണം. പോയി അവിടെ പോയി ഞങ്ങൾ കപ്പയും മീൻ പൊരിച്ചതും കപ്പയും കഴിച്ചു. വൈകുന്നേരം ഈവനിങ്ങിന് പോയിട്ടോ. ഈവനിങ് പോകാൻ നല്ല രസമാണ്. വൈകുന്നേരം സമയത്ത് നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ തിരികെ വീട്ടിലേക്ക് തന്നെ പോയി. നല്ലൊരു രസമാണ് അവിടെ പോയി കുത്തിരിക്കാൻ തന്നെ. ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.